ദിവസം മുഴുവൻ പണിയെടുത്ത് ജീവിക്കാൻ വേണ്ടി അത് തികയാതെ വന്ന് പിന്നീട് കടം വാങ്ങി ജീവിക്കുന്നവരും അതുപോലെ തന്നെ ആവശ്യത്തിലധികം പണവും നേടിയെടുത്ത് ജീവിതം വളരെയേറെ ആഡംബരത്തോടു കൂടി ജീവിക്കുന്ന പല ആളുകളെയും നമുക്ക് ഈ ഒരു ലോകത്ത് കാണാനാവുന്നതാണ്. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരായിട്ടുള്ള സമ്പന്നരായിട്ടുള്ള ആളുകൾ ഓരോ മിനിറ്റിലും ഓരോ ദിവസത്തിലും സമ്പാദിക്കുന്ന അവർക്ക് ലഭിക്കുന്ന പണത്തെക്കുറിച്ചുള്ള നമ്മെ എല്ലാവരെയും ഒരുപോലെ അതിശയിപ്പിക്കുന്ന ചില റിപ്പോർട്ടുകളാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. പണക്കാരായിട്ടുള്ള ആളുകളുടെ ലിസ്റ്റിൽ ഒന്നാമതായിട്ട് വരുന്നത് എലോൺ മസ്ക് എന്ന വ്യക്തിയാണ്. ഇദ്ദേഹത്തെ കുറിച്ച് അറിയാത്തവരായിട്ട് കേൾക്കാത്തവരായിട്ടുള്ള ആളുകൾ വളരെയേറെ കുറവായിരിക്കും. ഇദ്ദേഹത്തിന്റെ രാജ്യം എന്നത് അമേരിക്കയാണ്. ടെസ്ല, സ്പേസ് എക്സ്, ന്യൂറാലിങ്ക്, ട്വിറ്റർ അഥവാ എക്സ് ഇതൊക്കെയാണ് മസ്കിന്റെ ഏറ്റവും വലിയ പ്രധാന കമ്പനികൾ എന്നത്. ഇനി ഇതിൽ നിന്നെല്ലാമായിട്ട് എലോൺ മസ്ക് ഒരു മിനിറ്റിൽ നേടുന്നത് സമ്പാദിക്കുന്നത് ഏറെക്കുറെ 5,72,000 രൂപയാണ്. നമ്മൾ നോക്കണം, വെറും ഒരു മിനിറ്റിലെ പണമാണ് ഈ പറഞ്ഞ 5,72,000 രൂപ എന്നത്. ഇനി അത് നമ്മൾ നേരെ ഒരു ദിവസത്തെ വരുമാനത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഏറെക്കുറെ 317 കോടി രൂപയാണ് എലോൺ മസ്കിന്റെ ഒരു ദിവസത്തെ വരുമാനം എന്നത്. ഇനി ഇദ്ദേഹത്തിന്റെ മൊത്തം ഒരു ആസ്തി എന്ന് പറയുന്നത് ഏറെക്കുറെ 269 ബില്യൺ US$. നിലവിലെ നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരുടെ ലിസ്റ്റിൽ നമുക്ക് എലോൺ മസ്കിനെ ഒന്നാമതായിട്ട് കാണാനാവുന്നതാണ്. ഇനി നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമതായിട്ട് വരുന്നത് ജെഫ് ബസോസ് എന്ന വ്യക്തിയാണ്. ഇദ്ദേഹവും ഒരു അമേരിക്കക്കാരൻ തന്നെയാണ്. ആമസോൺ, ബ്ലൂ ഒറിജിൻ, അലക്സ എന്നിങ്ങനെ അടങ്ങുന്ന 20ഓളം കമ്പനികളുടെ ഉടമയാണ് ഇദ്ദേഹം. ഇതിൽ നിന്നെല്ലാമായിട്ട് ജെഫ് ബസോസ് എന്ന വ്യക്തി ഒരു മിനിറ്റിൽ സമ്പാദിക്കുന്നത് നേടുന്നത് 3.5 ലക്ഷം രൂപയാണ്. ഇനി അത് ഒരു ദിവസത്തെ കണക്കുകളാണെങ്കിൽ ഏറെക്കുറെ 220 കോടി രൂപക്ക് മുകളിലാണ് ജെഫ് ബസോസ് എന്ന വ്യക്തിയുടെ ഒരു ദിവസത്തെ വരുമാനം എന്നത്. നിലവിലെ നമ്മുടെ ലോകത്തിലെ 205 ബില്യൺ ഡോളറുമായിട്ട് മുന്നിട്ട് നിൽക്കുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ പണക്കാരനു കൂടിയാണ് ജെഫ് ബസോസ് എന്നത്. മൂന്നാമതായിട്ട് നമ്മുടെ ലിസ്റ്റിൽ വരുന്നത് ഇന്ത്യക്കാരനായിട്ടുള്ള മുകേഷ് അംബാനിയാണ്. അംബാനിയെ കുറിച്ച് അറിയാത്ത കേൾക്കാത്ത മലയാളികൾ ഇന്ന് ഒരുപക്ഷെ ആരും തന്നെ ഉണ്ടാകില്ല. ഇനി നമുക്ക് മുകേഷ് അംബാനിയുടെ കമ്പനികളിലേക്ക് നോക്കുകയാണെങ്കിൽ ജിയോ, റിലയൻസ് ട്രെൻഡ്സ്, റിലയൻസ് പവർ എന്നിങ്ങനെ അടങ്ങുന്ന ചെറുതും വലുതുമായിട്ടുള്ള 150ലേറെ കമ്പനികളാണ് ഇന്ന് മുകേഷ് അംബാനിക്ക് കീഴിലുള്ളത്. ഇനി നമ്മൾ ഈ പറഞ്ഞ കമ്പനികളിൽ നിന്നെല്ലാമായിട്ട് മുകേഷ് അംബാനിക്ക് ഒരു മിനിറ്റിൽ ലഭിക്കുന്ന വരുമാനം എന്നത് 3 ലക്ഷം രൂപയാണ്. ഇനി അത് ഒരു ദിവസത്തെ കാര്യമാണെങ്കിൽ ഏറെക്കുറെ 163 കോടി രൂപയാണ് മുകേഷ് അംബാനിയുടെ ഒരു ദിവസത്തെ വരുമാനം എന്നത്. നമ്മൾ നോക്കണം, വെറും ഒരു ദിവസത്തെ വരുമാനമാണ് 163 കോടി രൂപ എന്നത്. ഇത്തരത്തിൽ തന്നെ 5000 കോടി രൂപ മുടക്കിക്കൊണ്ട് അംബാനി കുടുംബത്തിൽ ആദ്യമായിട്ട് ഒരു കല്യാണം, മാരേജ് എല്ലാം നടന്നത് നമ്മളെല്ലാം അറിഞ്ഞതാണ്, കേട്ടതാണ്. ഇനി അടുത്തതായിട്ട് നാലാമതായിട്ട് നമ്മുടെ ലിസ്റ്റിൽ വരുന്നത് ഗൗതം അദാനി എന്ന മറ്റൊരു ഇന്ത്യക്കാരനാണ്. ACC, അദാനി എയർപോർട്ട്, അദാനി പവർ, അദാനി ഗ്യാസ് എന്നിങ്ങനെ അടങ്ങുന്ന 25ഓളം കമ്പനികളാണ് ഇന്ന് ഗൗതം അദാനിക്ക് കീഴിലുള്ളത്. ഇന്ത്യക്ക് പുറമേ ആയിട്ട് ശ്രീലങ്ക, ഇന്തോനേഷ്യ, കെനിയ എന്നിങ്ങനെ അടങ്ങുന്ന 10ഓളം രാജ്യങ്ങളിൽ നമുക്ക് ഇത്തരത്തിൽ തന്നെ അദാനിയുടെ മറ്റു പല ബിസിനസ് സാമ്രാജ്യങ്ങളെ നമുക്ക് കാണാനാവുന്നതാണ്. ഇനി ഇദ്ദേഹത്തിന് ഈ പറഞ്ഞ കമ്പനികളിൽ നിന്നെല്ലാമായിട്ട് ഒരു മിനിറ്റിൽ ലഭിക്കുന്ന വരുമാനം എന്നത് 2 ലക്ഷം രൂപയാണ്. ഇനി അത് ഒരു ദിവസത്തെ കണക്കുകളാണെങ്കിൽ ഏറെക്കുറെ 100 കോടി രൂപക്ക് മുകളിലാണ് ഗൗതം അദാനിക്ക് ഒരു ദിവസം ലഭിക്കുന്ന വരുമാനം എന്നത്. നിലവിലെ കണക്കുകൾ അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരുടെ ലിസ്റ്റിൽ നമുക്ക് 16ാമത്തെ സ്ഥാനത്ത് ഗൗതം അദാനിയെ കാണാവുന്നതാണ്. ഇദ്ദേഹത്തിന്റെ ഗൗതം അദാനിയുടെ നിലവിലെ മൊത്തമുള്ള ഒരു ആസ്തി എന്ന് പറയുന്നത് 89 ബില്യൺ US$. നമ്മൾ ഈ പറഞ്ഞവരെല്ലാം ഓരോ ദിവസവും ജീവിക്കുന്നത് വളരെയേറെ ആഡംബരത്തോടു കൂടിയാണ്. അതുപോലെ തന്നെ ദിവസം മുഴുവൻ പണിയെടുത്ത് കിട്ടുന്ന പണം തികയാതെ വന്ന് കടം വാങ്ങി ജീവിക്കുന്ന ആളുകളെ നമുക്ക് നമ്മുടെ ചുറ്റുമെല്ലാം കാണാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ജസ്റ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.